നമ്മളിപ്പോൾ ഉള്ളത് കോട്ടയിൽ കോവിലകം എന്ന സ്ഥലത്താണ്. എറണാകുളം ജില്ലയിലെ പറവൂരിൽ ചേന്ദമംഗലം എന്ന സ്ഥലത്തിന് സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കൊച്ചു ഗ്രാമമാണ് കോട്ടയിൽ കോവിലകം. ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ചരിത്രത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽപ്പെട്ട ഒന്നാണ് ചേന്ദമംഗലവും കോട്ടയിൽ കോവിലകവും. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയുള്ള 2000 വർഷങ്ങൾക്ക് മുമ്പ് പണിത ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ്. കോട്ടയിൽ കോവിലകത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ജൂതന്മാരുടെ സിനഗോഗും ഹോളി ക്രോസ് ചർച്ചും കണ്ട ശേഷമാണ് നമ്മൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് പണിത ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. അതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. 3 നദികളുടെ സംഗമസ്ഥാനമാണ് കോട്ടയിൽ കോവിലകം. ഈ കോട്ടയിൽ കോവിലകത്ത് ചെറിയ ഒരു കുന്നിന് മുകളിലായി കാടിന് നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് ടിപ്പു സുൽത്താൻ്റെ ഗുഹയും മറുവശത്ത് അറബികളുടെ സെമിത്തേരിയുമുണ്ട്. നമ്മൾക്ക് അങ്ങോട്ടൊന്നും പോകാൻ സാധിച്ചില്ല, അത്രയ്ക്കധികം കാട് കയറി കിടക്കുകയാണ് അവിടെയെല്ലാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശം ഭരിച്ചിരുന്ന രാജാവ് അന്തർജനങ്ങൾക്ക് വേണ്ടി മാത്രം പണിത അമ്പലമാണ് ഇതെന്നാണ് വിശ്വാസം. കേരളത്തിൻ്റെ സാംസ്കാരികവും മതപരവുമായ സൗഹാർദ്ദത്തെ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് കോട്ടയിൽ കോവിലകം. ഇവിടെ സ്ഥിതി ചെയ്യുന്ന 4 മതങ്ങളുടെ ആരാധനാലയങ്ങൾ അതിന് പ്രധാന ഉദാഹരണമാണ്. വെറും 100 മീറ്റർ ചുറ്റളവിലാണ് 4 മതങ്ങളുടെ ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കോട്ടയിൽ കോവിലകം ജുമാ മസ്ജിദും ജൂതന്മാരുടെ സിനഗോഗും ഹോളി ക്രോസ് ക്രിസ്ത്യൻ ചർച്ചും കൂടാതെ ഈ ശ്രീകൃഷ്ണ ടെമ്പിളും സ്ഥിതി ചെയ്യുന്നത് 100 മീറ്റർ ചുറ്റളവിലാണ്. ലോകത്ത് തന്നെ ഇത്തരത്തിൽ 4 മതങ്ങളുടെ ആരാധനാലയങ്ങൾ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം ഇല്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ്സും ഈ കോട്ടയിൽ കോവിലകത്താണ്. വൈപ്പിക്കോട്ട സെമിനാരിയിലാണ് ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിച്ചത്. ഇന്നതെല്ലാം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് ഉള്ളത്. ചേന്ദമംഗലവും കോട്ടയിൽ കോവിലകവും എല്ലാം അടങ്ങുന്ന പ്രദേശം മുസ്ലിം പൈതൃക പദ്ധതിയുടെ കീഴിലാണുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം നമ്മൾക്ക് പുറം ഭിത്തിയിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. പഴയ രീതിയിലുള്ള കെട്ടും കല്ലുകളുമെല്ലാമാണ് ഇതിന് ചുറ്റുമുള്ളത്. ഞാൻ ചെല്ലുമ്പോൾ ക്ഷേത്ര പരിസരത്ത് ആരോ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കൂറ്റൻ കാളയാണിത്. ഈ ക്ഷേത്രത്തിൽ വാർഷിക ഉത്സവമോ മറ്റുള്ള ഉത്സവങ്ങളൊന്നും വലിയ തോതിൽ ആഘോഷിക്കാറില്ല. കോട്ടയിൽ കോവിലകത്തിൻ്റെയും കൊച്ചിയിലെ പാലിയത്തച്ഛന്മാരുടെയും ചരിത്രം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. ചരിത്രപരമായ തെളിവുകൾ പ്രകാരം പാലിയത്തച്ഛനോടുള്ള നന്ദി സൂചകമായാണ് ഡച്ചുകാർ പാലിയം കോട്ട പണികഴിപ്പിച്ചതെന്നും അതിനുള്ളിൽ സ്ത്രീകൾക്കായി ഒരു പ്രത്യേക കോവിലകം നിർമ്മിച്ചുവെന്നും അതിനാലാണ് കോട്ടയിൽ കോവിലകം എന്ന പേര് ലഭിച്ചതെന്നുമാണ് ചരിത്രം പറയുന്നത്. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ചരിത്രത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ആഗ്രഹമുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട പ്രദേശങ്ങളാണ് കോട്ടയിൽ കോവിലകവും ചേന്ദമംഗലവും കൊടുങ്ങല്ലൂരുമെല്ലാം. കോട്ടയിൽ കോവിലകത്തെല്ലാം നമ്മൾ എവിടെ നോക്കിയാലും ചരിത്രത്തിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള സ്മാരകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള പ്രദേശമാണ് കോട്ടയിൽ കോവിലകം. അപ്പോൾ നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.